നമസ്കാരം, മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ജൂൺ റീഡ്സ് ആണ്. ജൂണിൽ ഞാൻ 9 പുസ്തകങ്ങളാണ് വായിച്ചത്. അപ്പോൾ അത് ഏതെല്ലാമാണ്, എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു, എല്ലാ കാര്യത്തെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് എൻ്റെ അരുമയായ പക്ഷിക്കാണ്. ജിസ്മ ഫൈസിൻ്റെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ പൊതുവേ ഒരു പ്രണയം അങ്ങനെയുള്ള ഒരു ജോണർ വായിക്കുന്ന ഒരാളല്ല. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ കുറേ പേരുടെ വായിച്ച് ഞാനിപ്പോൾ കുറച്ച് അഡിക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം ഒരുപാട് റീൽസിലും കാര്യങ്ങളിലൊക്കെ വന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. DC ആണ് പബ്ലിഷർ. അതുപോലെ തന്നെ 199 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഈ പുസ്തകം നമുക്കൊരു നഷ്ടപ്രണയം എന്നൊക്കെ പറയില്ലേ, വളരെ നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു പുസ്തകമാണ്. ഇതിനകത്ത് നന്ദൻ്റെയും ഐഷയുടെയും പ്രണയമാണ്. രണ്ടുപേർക്കും ഒരുപാട് ബൗണ്ടറീസ് ഉണ്ട്. ആ ബൗണ്ടറീസ് കടന്ന് അവർക്ക് അവരുടെ ജീവിതത്തിലോട്ട് പോകാമെന്ന് പറയുന്നത് ഒരു കുറച്ച് വിഷമകരമായ കാര്യമാണ്. എങ്കിലും എൻഡിലെത്തുമ്പോൾ നമുക്ക് കുറച്ച് ഹോപ്പ് തരുമെങ്കിലും അത് അങ്ങനെ ആവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എനിക്ക് കുറച്ച് വിഷമമായി അത്. പക്ഷെ ആ വിഷമം എന്തുകൊണ്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതാണല്ലോ, ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഒരു ഫീലിങ്സ് കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനെ നല്ല ഇഷ്ടപ്പെട്ട് നന്നായിട്ട് തന്നെ എഴുതിയ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ളൊരു ബുക്കാണ് ജിസ്മ ഫൈസിൻ്റെ എൻ്റെ അരുമയായ പക്ഷിക്ക്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് റീഡ് കേട്ടോ. ഇനി രണ്ടാമത്തേത് ജിജേഷ് ഭാസ്കറിൻ്റെ ഊയിഷാണ്. 2025 എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പുസ്തകങ്ങളിൽ ഒന്നായിരിക്കും ഇത്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. DC ബുക്സ് ആയിരുന്നു ഇതിൻ്റെ പബ്ലിഷറായിട്ട് വന്നത്. 210 രൂപയാട്ടോ ഈ പുസ്തകത്തിൻ്റെ വില. വളരെ നല്ല രസകരമായിട്ടുള്ളൊരു പ്രമേയമാണ് ഇതിനകത്തുള്ളത്. അതായത് പെണ്ണും തമ്മിലുള്ള പ്രണയം. അതുകൂടാതെ അവരുടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്ത് നന്നായിട്ട് എഴുതിയ ഒരു പുസ്തകമാണിത്. ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യും. ഈ പുസ്തകം വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുക. ഓക്കെ, അപ്പോൾ അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ റീഡ്. ഇനി മൂന്നാമത്തേത് ജുവലാണ്. ജുവൽ അത്യാവശ്യം ഫേമസ് ആണ്. ഈ പുസ്തകം ബെസ്റ്റ് സെല്ലറിൽ പെട്ടതാണ്. മാൻകൈൻഡ് ആട്ടോ ഇതിൻ്റെ പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. 180 രൂപയാണ് ഈ പുസ്തകത്തിന് വില വന്നിരിക്കുന്നത്. ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രണയമാണ്, പക്ഷേ നമ്മൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു രീതിയിലുള്ള പ്രണയമാണ്. എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് പ്രണയം എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. പക്ഷെ എന്നാലും നന്നായിട്ട് തന്നെ എഴുതിയ പുസ്തകമാണ്. നമുക്ക് ഫാസ്റ്റ് പേസ്ഡ് ആണ്. ഒറ്റ ഇരിപ്പിന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാട്ടോ അത്. അപ്പോൾ വായിച്ചിട്ടില്ലാത്തവർ ട്രൈ ചെയ്യാം എന്തായാലും. അടുത്തത് ഓർമ്മയിലെ കടുങ്കാപ്പിയാണ്. നിമ്മി PR-ൻ്റെ. ഇതിൻ്റെ വില വന്നിട്ട് 110 രൂപയാണ്. വളരെ കുറച്ച് പേജസേ ഉള്ളൂ. ഒരു എനിക്ക് തോന്നുന്നു ഒരു 30-32 മിനിറ്റിൽ നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അത്രയും ചെറിയൊരു സ്റ്റോറിയാണ്, ഒരു സ്റ്റോറി തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് എടുക്കാവുന്ന, അത്ര വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതല്ലാത്ത ഒരു പ്രമേയമാണ്. അതായത് അത്രയും ലൈറ്റാണ്. ഒരു എന്താ പറയുക, ഒരു കോഫി കുടിക്കുന്ന പോലെ തന്നെ നമുക്ക് അങ്ങോട്ട് തീർക്കാവുന്ന ഒരു പുസ്തകമാണ്. അതാണ് ഈ പുസ്തകം. ഇനി അടുത്തത് ഞാൻ എഴുതുമ്പോൾ നീ അക്ഷരമാവുക. കൃഷ്ണനുണ്ണി CK-യുടെയാണ്. ഈ പുസ്തകത്തിൻ്റെ വില വരുന്നത് 150 രൂപയാണ്. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഷോർട്ട് സ്റ്റോറീസ് ആട്ടോ. ഈ ഷോർട്ട് സ്റ്റോറീസ് എല്ലാം ഓരോന്നും ഡിഫറെൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നല്ല രസകരമായിട്ടാണ് അതിൻ്റെ എൻഡ് വരുമ്പോൾ. ഓരോ സ്റ്റോറീസിനെയും എൻഡ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. ഒരുപാട് ട്വിസ്റ്റ് ഒക്കെ ഉള്ള ഒരു പുസ്തകമാണ്. അതായത് കഥകളാണ്. നല്ല രീതിയിൽ അത് എഴുതിയിട്ടുണ്ട്. നല്ല ഭാഷയാണ്. നമുക്ക് എല്ലാവർക്കും ലളിതമാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ആസ്വദിക്കാൻ പറ്റും. നല്ല രസമുള്ളൊരു ബുക്കാണ്. വായിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. നല്ലൊരു ബുക്കാണിത്. അടുത്തത് മാർച്ച് 31 കിഡ്നാപ്പാണ്. അമിത് കുമാറിൻ്റെ. ഈ പുസ്തകത്തിൻ്റെ വില 180 രൂപയാണ്. ഈ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇതിന് മുമ്പുള്ള പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടു. കൂടുതലും ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാങ്കുമായിട്ട് വന്നിരിക്കുന്ന കുറേ ഫ്രോഡ്ലൻസ് കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ കഥകളും വരിക. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 3-4 കഥകളാണ് ഇതിനകത്തുള്ളത്. ആ 4 കഥകളും ബാങ്കുമായി റിലേറ്റഡുള്ള കുറേ ഫ്രോഡ്ലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ എഴുതിയിരിക്കുന്ന രീതി വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അറിയില്ലല്ലോ, നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ ബാങ്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള ഒരു നല്ല രസകരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം കേട്ടോ. ഇനി അടുത്തതാണ് അക്കപ്പെണ്ണ്. ഉഷാ ചന്ദ്രൻ്റെയാണ്. ഈ പുസ്തകത്തിൻ്റെ വില വരുന്നത് 180 രൂപയാണ്. അധികം ആരും പറഞ്ഞ് കേട്ടിട്ടില്ലാത്തൊരു പുസ്തകമാണിത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. നമ്മളൊരു വ്യത്യസ്തത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു ബുക്കാണ്. അതുപോലെ ഫാസ്റ്റ് പേസ്ഡ് ആണ്. നല്ലൊരു കഥയാണ്. നന്നായിട്ട് തന്നെ അത് പോകുന്നുണ്ട്. എവിടെയൊക്കെയോ നമ്മൾ പണ്ടൊക്കെ എവിടെയൊക്കെ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നും. പക്ഷെ എന്നാലും എൻ്റെ വരുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്തത് റോബിൻ റോയുടെ ചുവന്ന കല്ലറയാണ്. ഇതും ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് സെല്ലറാണ്. ഒരുപാട് പേര് കൂടുതലായിട്ടും പറഞ്ഞ് റീൽസ് ആയിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുള്ള പുസ്തകമാണ്. ഇതിൻ്റെ വില വന്നിട്ട് 190 രൂപയാട്ടോ. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ
നമ്മളിപ്പോൾ ക്രൈം ത്രില്ലർ പ്ലസ് ഹൊറർ എന്ന് പറയുന്നത് കുറേ ദുരാചാരം അല്ലെങ്കിൽ ദുർമന്ത്രവാദം അങ്ങനെയുള്ള ഒരു രണ്ടും കൂടിയുള്ള ഒരു കമ്പൈൻ ആയിട്ടുള്ള ഒരു ഫോമുലയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള പുസ്തകങ്ങൾ നമുക്ക് എന്തായാലും ഒരുപാട് എക്സൈറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ എനിക്ക് കൂടുതലും ക്രൈം ത്രില്ലേഴ്സിൽ ഉണ്ടായിരുന്ന ഒരു വിരസത എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒക്കെ ഒട്ടും ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കില്ല. ഒരു മിഡിൽ പാർട്ടൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ കാര്യത്തിലേക്ക് കടക്കുക. പക്ഷേ ഈ പുസ്തകം രണ്ടാമത്തെ മൂന്നാമത്തെ പേജ് തുടങ്ങി നമ്മൾ വളരെ നന്നായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ എത്തുമ്പോൾ കുറച്ച് പോരായ്മകൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടോ നല്ലൊരു റീഡാണ് നമുക്ക് തരുന്നത്. വളരെ പെട്ടെന്ന് വായിച്ചു തീർക്കും. നമ്മൾ ആ ഒരു ജിജ്ഞാസയുടെ രൂപത്തിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് വായിച്ചു തീർക്കും. നമ്മൾ ഒരിക്കലും ഈ ബുക്ക് വയ്ക്കില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ബെസ്റ്റ് സെല്ലർ എന്ന് പറയാൻ തന്നെ തക്കവണ്ണം എല്ലാ കണ്ടന്റും ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വായിക്കാം. അടുത്തത് ബഷീറിൻ്റെ മരണത്തിൻ്റെ നിഴലിലാണ്. ഈ ഒരു പുസ്തകം എനിക്ക് തോന്നുന്നില്ല ബഷീറിൻ്റെ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. നിങ്ങൾ ബഷീറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയാലോ അദ്ദേഹത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത്. അത്തരത്തിൽ തന്നെയുള്ള ഒരു പുസ്തകമാണ്. വായിച്ചിട്ടില്ലാത്തവർ വായിക്കുക. ഈ പുസ്തകത്തിൻ്റെ വില 99 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പുസ്തകങ്ങളായിരുന്നു ഞാൻ ഈ ഒരു ജൂൺ മാസത്തിൽ വായിച്ച പുസ്തകങ്ങൾ. അപ്പോൾ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഊയിഷും അരുമയായ പക്ഷിക്കും ഒക്കെ തന്നെയാണ്. പിന്നെ ചുവന്ന കല്ലറയും എനിക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. എല്ലാം എനിക്ക് എടുത്ത് പറയാനുണ്ടാവും അങ്ങനെ പറയാനാണെങ്കിൽ. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ജോണേഴ്സാണ്. എന്നിരുന്നാലും എന്നെ ഒരുപാട് ഹാപ്പി ആക്കിയ നല്ല കുറേ പുസ്തകങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ വായിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും വായിച്ചു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ, ദിസ് ഇസ് രാജലക്ഷ്മി സൈനിങ് ഓഫ്.